ഒരാളാണ്. മഴയെന്നും കാമിക്കുന്ന ഒരാളാണ് ഞാൻ. മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചില കവികൾക്കുണ്ടാകുന്ന സുഖമല്ലേ, അതുപോലെ മനസ്സിലൊരു ഒരു ഒരു സ്വപ്ന മഴ പെയ്യുന്ന പോലെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എവിടെ മഴയുണ്ടെങ്കിലും ഞാൻ ചാടി കാര്യങ്ങൾ പറയും. UAE-യിൽ കനത്ത മഴ പെയ്തു ഇന്ന്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ന് വെള്ളം കയറിയ ദിവസമാണ്. എന്നാലും മഴയുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നു. അലൈനിൽ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നുപോയി എന്ന വാർത്ത വരുന്നു. അടിയന്തരമായ സാഹചര്യം നേരിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ ഇന്ന് വ്യക്തമാക്കിയ ദിവസമാണ് UAE-യിൽ ഉണ്ടായ മഴയുടെ ലോകത്തേക്ക്. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച മഴ അർദ്ധരാത്രിയോടെ ശക്തമാവുകയായിരുന്നു. ഇടിയും ശക്തമായ കാറ്റോടും കൂടിയ മഴയാണ് ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ ലഭിക്കുന്നത്. അലൈനിൽ ശക്തമായ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസുകൾ ഓൺലൈനായി നടത്തണമെന്ന് വിദ്യാഭ്യാസ റെഗുലേറ്ററായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ളിടത്തും വാദിയിൽ കുളിക്കുന്നതും വാഹനങ്ങളുമായി വാദികൾക്ക് സമീപം നിൽക്കുന്നതും നിരോധനമുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അതോറിറ്റി വ്യക്തമാക്കി. 24 ദുബായ്. ഗൾഫ് നാടുകളിലെ പല സ്ഥലത്തും ഇന്ന് കാര്യമായി മഴ പെയ്ത ദിവസമാണ്. കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, എന്തൊക്കെ വിവരങ്ങളാണ് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ദുബായിൽ ലഭിക്കുന്നത്? വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മഴ സാഹചര്യം തുടരുന്ന അവസ്ഥ തന്നെയാണുള്ളത്. UAE കാര്യം എടുക്കുകയാണെങ്കിൽ ദുബായ്, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ദുബായിൽ ഇന്ന് പുലർച്ചെ 3:45 മുതൽ തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇവിടങ്ങളിലെല്ലാം ലഭിച്ചത്. അബുദാബിയിലും കനത്ത മഴ തന്നെയായിരുന്നു. അബുദാബി, അൽ ദഫ്ര, അൽ വദ്ബ എന്നിവിടങ്ങളിലെല്ലാം അതിശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്തത്. വടക്കൻ എമിറേറ്റുകളിൽ കനത്ത മഞ്ഞ് വീഴ്ചയും ഇന്നലെ മുതലുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിലെല്ലാം തന്നെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമായിരുന്നു. പലയിടത്തും ഗതാഗതം മന്ദഗതിയിലാണ്. രാജ്യത്ത് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ കമ്പനികളടക്കം തന്നെ ഇന്ന് വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സ്വകാര്യ കമ്പനികൾക്കും സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു. അതിനാൽ തന്നെ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് നേരത്തെ ഉണ്ടാവുന്ന അത്ര ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ബീച്ചുകളും തടാകങ്ങളും ഉൾപ്പെടെ സന്ദർശിക്കരുത് എന്നത് ഉൾപ്പെടെ വലിയ മുൻകരുതൽ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാർജയിലും പാർക്കുകൾ ഇന്നലെയും ഇന്നുമായി അടഞ്ഞു കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെയും സ്കൂളുകളിൽ ഓൺലൈൻ സംവിധാനം തന്നെ ആയിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ റോഡുകളിൽ മറ്റുമുണ്ടായ മഴവെള്ളം ഇന്ന് വൈകുന്നേരത്തോടുകൂടി നീക്കിയിട്ടുണ്ട്. എന്തായാലും നാളെയും ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ മഴ തുടരുമെന്ന സാഹചര്യം തന്നെയാണ് അറിയിക്കുന്നത് അധികൃതർ. താങ്ക് യു അരുൺ പാറാട്ട്. ദുബായിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും ഗൾഫ് നാടുകളിലെ വിവിധ സ്ഥലങ്ങളിൽ കാര്യമായി മഴ പെയ്തു. മാത്രമല്ല ദുബായിയുടെ പ്രവർത്തനങ്ങളെയും മറ്റുള്ള ഗൾഫ് നാടുകളിലെ പ്രവർത്തനങ്ങളെയൊക്കെ ചെറുതായി മഴ ബാധിച്ചു. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അവിടെ.